നമസ്കാരം. 2010 ശേഷം ലോകരാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് നോക്കുക. എത്രയോ ഏകാധിപതികളായിട്ടുള്ള 30-40 വർഷവും തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നവരുടെ ഭരണമൊക്കെ പോയി അവിടങ്ങളിലൊക്കെ മുല്ലപ്പൂ വിപ്ലവങ്ങൾ അരങ്ങേറി. അതിനുശേഷം 2020 ശേഷം നടന്ന ചില കാര്യങ്ങൾ കൂടി നോക്കുക. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാളിൽ പ്രശ്നമുണ്ടായി, ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായി, ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായി. പാകിസ്ഥാനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എപ്പോഴും അവിടെ പ്രശ്നമാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇതാ വെനസ്വല ഒരു പരമാധികാരി രാജ്യമാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ ഭരണകൂടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോൾ മറ്റൊരു രാജ്യം കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെയും ഭാര്യയും അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറി കഴിഞ്ഞതിന് ശേഷം ചിലരൊക്കെ ഇവിടെ ഇരുന്നുണ്ട് ദിവാസ്വപ്നം കാണുന്നുണ്ട്. നാളെ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയായിരിക്കാം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നും ഇന്ത്യയിൽ വോട്ടെടുപ്പ് സുതാര്യമായ രീതിയിലല്ല നടക്കുന്നത് എന്നൊക്കെയാണ് ആ വിഡ്ഢിയായ അയാൾ ഓരോരുത്തരും പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ കരുതുന്നത് അമേരിക്കയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്ന് കടന്നു കയറി ഇവിടുത്തെ നരേന്ദ്രമോദിയെയും കൂട്ടരെയൊക്കെ അധികാരത്തിൽ നിന്ന് മാറ്റി ഇവിടുത്തെ ഭരണം പിടിച്ച് അയാളെ ഏൽപ്പിക്കും എന്നുള്ള ഒരു വിദ്യാധാരണയിലാവാം ഒരുപക്ഷെ അയാൾ ഈ നിന്ന് തള്ളി മറിക്കുന്നതല്ല. അപ്പോഴാണ് നമ്മൾ ഈ ചരിത്രമൊന്ന് പരിശോധിക്കേണ്ടത്. അമേരിക്ക ആവട്ടെ, റഷ്യ ആവട്ടെ, ചൈന ആവട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളാവട്ടെ, ഇപ്പോൾ ഒരുപക്ഷെ ബ്രിട്ടന് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈ അധിനിവേശം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് നടക്കുന്ന രാജ്യങ്ങളൊന്നും ഒരു കാലത്തും ഒരു ആണവശക്തിയുള്ള ഒരു രാജ്യത്തിനെ കയറി ചൊറിയാനോ അതിനകത്ത് കടന്നു കയറി ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനോ ഇന്ന് വരെ മുതിർന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അത് ചൈനയും ചെയ്തിട്ടില്ല, റഷ്യയും ചെയ്തിട്ടില്ല, അമേരിക്കയും ചെയ്തിട്ടില്ല. അവരൊക്കെ ചെയ്തിരിക്കുന്നത് താരതമ്യേന തങ്ങളെക്കാൾ വളരെ ആയുധബലവും സാമ്പത്തിക ശക്തിയുമൊക്കെ കുറഞ്ഞ കൊച്ചു കൊച്ചു രാജ്യങ്ങളിലാണ് കടന്നു കയറി ഇത്തരം പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അമേരിക്ക ഒരു ആണവശക്തിയുള്ള ഒരു രാജ്യമായിട്ട് മുട്ടാനേ പോയിട്ടില്ല, ചൈനയും പോയിട്ടില്ല, റഷ്യയും പോയിട്ടില്ല. എന്നാൽ ഈ വർത്തമാന കാലത്ത് ഒരു ആണവശക്തിയുള്ള ഒരു രാജ്യത്ത് കടന്നു കയറേണ്ടി വന്നതാണ്. 3 ദിവസത്തോളം അവിടെ കയറി നിരങ്ങി ലക്ഷ്യമെല്ലാം സാധിച്ച് പുറത്തു വന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. പാകിസ്ഥാനിലായിരുന്നു നമ്മൾ കടന്നു കയറിയത്. അതിനു മുമ്പും പലതവണ നമ്മൾ അവിടെ കടന്നു കയറി നമ്മുടെ ലക്ഷ്യം ഭേദിച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യവും അത്തരം ഒരു ഉദ്യമത്തിന് ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടെയാണ് ലോകത്തിനറിയാം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ലോകത്തിനറിയാം. പല ലോകരാജ്യങ്ങളും അതിനെ ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ള ആണവായുധം ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിന് കിട്ടിയാൽ അത് തങ്ങൾക്ക് വിനയാകുമെന്ന് ഇസ്രയേൽ ചിന്തിക്കുന്നുണ്ട്, അമേരിക്ക ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ മറ്റ് പല രാജ്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധം ഓർത്ത് വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ഇന്ത്യക്കും തീർച്ചയായിട്ടും അറിയാം അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന്. പക്ഷേ എന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ആ രാജ്യത്ത് കടന്നു കയറി അമേരിക്കൻ നിയന്ത്രണം ഉണ്ട് എന്ന് ലോകം പരക്കെ വിശ്വസിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു വ്യോമത്താവളം കൂടി നമ്മൾ അടിച്ചെടുക്കുകയുണ്ടായി. അവിടെ നമ്മൾ അമേരിക്കയെ പോലും പരിഗണിച്ചില്ല എന്നത് ഓർക്കണം. ആ ഇന്ത്യയിൽ അമേരിക്കയോ ചൈനയോ മറ്റേതെങ്കിലും രാജ്യമോ കടന്നു കയറി നരേന്ദ്രമോദിയെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഭരണമെടുത്ത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുക്കും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കി വായും പൊളന്നിരുന്നാൽ മതി എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ജനങ്ങളുടെ മനോഭാവം എന്നൊരു സംഭവമുണ്ട്. നൂറ്റാണ്ടുകളോളം മുഗളന്മാരുടെ കീഴിലായിരുന്നു നമ്മൾ, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അന്ന് 200 വർഷത്തോളം ബ്രിട്ടീഷുകാരായിരുന്നു. അന്ന് സായുധ സമരമായിരുന്നു നടത്തിയിരുന്നെങ്കിൽ, അതായത് ആയുധമെടുത്തിട്ടാണ് ഇവരെ പ്രതിരോധിക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് 200 വർഷത്തോളം ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതിനു മുന്നേ ഓടിത്തള്ളേണ്ടി വന്നേനെ. ചുരുക്കത്തിൽ ഗാന്ധിയും നെഹ്റുവിനെയും പോലെയുള്ള ഈ സത്യാഗ്രഹവും അതേപോലെ തന്നെ അഹിംസാവാദികളും ഒന്നും ഇനി ഇന്ത്യയിൽ ജനിക്കാൻ പോണില്ല. ഒരിക്കലും അത് സംഭവിക്കാനും പോണില്ല. പക്ഷേ ഉണ്ടാകും. സുഭാഷ് ചന്ദ്രബോസുമാരും ഭഗത് സിംഗുമാരും ഒക്കെ ഇവിടെ ഉണ്ടാകും. അതിനാൽ തന്നെ ഒരു വിദേശ ശക്തിയും ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് വരികയോ നമ്മളൊരു വിദേശ ശക്തിക്ക് കീഴിലാവുകയോ ചെയ്യില്ല. കാരണം ഇനിയൊരു ഗാന്ധിയോ ഇനിയൊരു നെഹ്റു ഇവിടെ ഉണ്ടാവാൻ പോണില്ല. ആളുകളുടെ മനോഭാവം മാറിക്കഴിഞ്ഞു. അഹിംസാ സിദ്ധാന്തമൊക്കെ പറഞ്ഞ് അക്കാലത്ത് പറ്റി. അയ്യോ അവരെ തിരിച്ചടിക്കേണ്ട, കൊല്ലുന്നത് പാവാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അടക്കി നിർത്താൻ പറ്റി. ഇനിയത്തെ കാലത്ത് അത് പറ്റില്ല. ആരടാ എന്ന് ചോദിച്ചാൽ എന്താ എന്ന് തിരിച്ചു ചോദിക്കും. ഒരടി ഇങ്ങോട്ട് അടിച്ചാൽ 2 അടി തിരിച്ചടിക്കും. അതാണ് ഇന്നത്തെ ഇന്ത്യ. ആ ഇന്ത്യ ഒരിക്കലും ഒരു നേപ്പാളല്ല, ഒരിക്കലും ഒരു വെനസ്വലയല്ല. അതുപോലെ നേപ്പാളിൽ ചെയ്യുന്ന പോലെയോ ബംഗ്ലാദേശിൽ ചെയ്യുന്ന പോലെയോ ശ്രീലങ്കയിൽ ചെയ്യുന്ന പോലെയോ വെനസ്വലയിൽ ചെയ്യുന്ന പോലെയോ കയറിയിട്ട് ഇവിടെ വന്ന് കാണിക്കാമെന്ന് ഒരു അമേരിക്കക്കാരനും വിചാരിക്കില്ല, ഒരു ചൈനക്കാരനും വെറുതെ സ്വപ്നം പോലും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത് സംഭവിക്കും എന്നൊക്കെ ഇപ്പോഴും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിസ്പർ പപ്പുവിനെ അന്ധമായി ആരാധിക്കുന്ന ഏതെങ്കിലും വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത സുഡാപ്പിയും കൊങ്ങികളും മാത്രമായിരിക്കും. അവർക്ക് ഒരു നല്ല നമസ്കാരം.